അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി സാമ്പാർ, ചെറിയ ഉള്ളി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. പരിപ്പ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി അടുപ്പത്തേക്ക് വെച്ചു, അതിൽ വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ഇട്ടു. പിന്നെ കരിവേപ്പിലയും പച്ചമുളകും കായവും ഒരു 2 കരിവേപ്പിലയും 2 പച്ചമുളകും ഒരു ഇത്തിരി കായവും ഒരു കഷ്ണം കട്ടക്കായവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. കാരണം പരിപ്പ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ, ഉള്ളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ പരിപ്പ് അതിലേക്ക്, വെന്ത പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ മസൂർ ദാളാണ് എളുപ്പത്തിന് വേണ്ടി എടുത്തത്. മസൂർ ദാളാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. സാമ്പാറിന് അതിന് പ്രത്യേകിച്ച് സ്വാദ് വ്യത്യാസമൊന്നും വരില്ല, ടേസ്റ്റിന് കുറവും വരില്ല കേട്ടോ. തുവരപ്പരിപ്പ് ചേർത്തില്ല എന്ന് ഓർത്ത് ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അത് രണ്ടും കൂടി നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് പുളി, വാളംപുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കുറച്ച് പുളി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ആ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ഒരു 2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തു. കടുക് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ കടുക് വറുത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ്, തീ ഓഫ് ചെയ്താൽ ആ ചട്ടിക്ക് ചൂടുണ്ടാവുമല്ലോ, ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനതൊന്നും, അപ്പോൾ അതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമേ ഈ പൊടി ഇടാവുള്ളൂ, അല്ലെ കരിഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു നിറം. അപ്പോൾ നമ്മൾ ഈ സാമ്പാർ പൊടി ഇട്ടാലും ഒരു നിറക്കുറവുണ്ടായിരിക്കും. സ്വാദുണ്ടാവും, ഉലുവയുടെയും കായത്തിൻ്റെയും, കായം നമ്മൾ ഓൾറെഡി ചേർക്കുകയും കൂടി ചെയ്യും കുറച്ച്. പക്ഷേ ഈ കൂട്ടും കൂടി അതിനകത്തേക്ക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കളറും സ്വാദും കൂടുതൽ കിട്ടുന്നത്. ഇനി മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടോ. വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയോ ശർക്കരയോ ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇട്ടിട്ടില്ല ഇതിനകത്ത്, കാരണം പുളി അത്രയും കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും രാവിലത്തെ ഭക്ഷണം റെഡിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഈസിയാണ്.